കുടംപുളിയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് വറ്റിച്ച ഒരു ഉഗ്രൻ ഉണക്ക സ്രാവ് മീൻ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത്. അത് ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയെടുക്കാം. അതൊരു ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് കുടംപുളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അത് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങാക്കൊത്ത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ആ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്ന ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ വീണ്ടും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തേങ്ങാക്കൊത്തിനും ആവശ്യത്തിനുള്ള മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം. പ്രത്യേകം ഓർക്കേണ്ടത്, ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, നമ്മൾ ഉണക്കമീനാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് അതിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണിത്. അത് ചേർത്ത് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് ആവശ്യമുള്ളത് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. മീൻ നന്നായി സോഫ്റ്റായി കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം. മീൻ വേകുന്ന സമയത്ത് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി. മീൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതുകൂടി ആ മീനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായി കുറുകി വറ്റി വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ മീനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നന്നായി കുറുകി ചാറെല്ലാം കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട്. കൂടുതൽ ചാറ് ആവശ്യമുള്ളവർക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കടുക് പൊട്ടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ സമയത്ത് കറിയുടെ ഉപ്പ് നോക്കി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനും മറക്കരുത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക് ഇവ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 5 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ കടുകും ഉള്ളിയെല്ലാം എല്ലായിടത്തേക്കും ഒന്നാവുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കൊതിയൂറുന്ന ഉണക്ക സ്രാവ് കറി, തേങ്ങാക്കൊത്തും കുടംപുളിയും ഒക്കെ ഇട്ട് വറ്റിച്ച ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായ കറിയാണിത്.